ഇസ്ലാം ഏറ്റവും ഉന്നതമായൊരു മതമാണ് ഇസ്ലാം. പ്രത്യേകിച്ചും മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പ്രത്യേകതയുണ്ട്. ഇവിടെ ചില ചീഞ്ഞ നാറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ ലോകത്ത് ഇസ്ലാമിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള പല ചർച്ചകൾക്കും വഴികൾ ഉണ്ടാക്കുന്നത്. ഒന്നാമതായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പറയുന്ന തെളിവുകൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം, മുഹമ്മദ് നബിയുടെ ഖബറിടം, ഖലീഫമാരുടെ ഖബറിടം, ഉഹദ് യുദ്ധവും ബദർ യുദ്ധവും നടന്ന സ്ഥലവും അതിൽ പങ്കെടുത്ത ആളുകളുടെ ഖബറുകൾ, ഇതൊക്കെ നേരിട്ട് നമുക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും. ഇതുപോലെ ധാരാളം തെളിവുകളാണ് ഇസ്ലാമിന് തരാൻ പറ്റുന്നത് ചരിത്രത്തിൻ്റെ. വേറൊരു കാര്യം, ഇവിടെ പറയുന്ന ഒരു കാര്യം, നബിയെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാം. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സീതയെ രാമൻ വിവാഹം കഴിക്കുമ്പോൾ സീതയ്ക്ക് 6 വയസ്സുള്ളൂ. ഇതൊന്നും ഒരു തർക്കമല്ല. ഇവിടെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളൊന്നും മറ്റുള്ള മതങ്ങളിൽ ഉള്ള പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നില്ല. വെറുതെ അതും പറഞ്ഞ് നമ്മൾ തർക്കിക്കേണ്ട ഒരാവശ്യവുമില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ലക്കും ദീനക്കും വലിയ ദീൻ, ഒരു സൂറത്തിൽ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ് ഖുർആൻ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ജനങ്ങളോട്. അല്ലയോ മുസ്ലിങ്ങളെ എന്നും പറഞ്ഞിട്ടില്ല ഖുർആനിൽ. പിന്നെ ഇസ്ലാമിൽ വിഗ്രഹാരാധന പാടില്ല. കാരണം വിഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു വിഗ്രഹം ഉണ്ടാക്കി, കല്ല് കൊണ്ടുണ്ടാക്കി, സ്വർണം കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ വിഗ്രഹം കള്ളന്മാർ കട്ടുകൊണ്ടുപോകും. വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. അത് എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷേ എല്ലാവരും ആചരിക്കുന്നു, ഇസ്ലാം ആചരിക്കുന്നില്ല. അത് ഇസ്ലാം ഒരു കാരണവശാലും വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചാൽ അവൻ മുസ്ലിം അല്ല. അത് ബുദ്ധിപൂർവ്വം നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഒരു വിഗ്രഹത്തിനെ നമ്മൾ ആരാധിച്ചിട്ട് അല്ലെങ്കിൽ അതിനോട് പ്രാർത്ഥിച്ചിട്ട് അതിന് നമുക്കൊന്നും മറുപടി തരാനില്ല. നമ്മൾ ഈ അണ്ടഘടാഹങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു പവറുണ്ട്, ശക്തിയുണ്ട്. അതിനെയാണ് ദൈവം എന്ന് നമ്മൾ പറയുന്നത്. അതിന് അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നു. ആ ആചരിക്കുന്ന രീതിയാണ്, മാർഗമാണ് ഇസ്ലാമിനെ വേറിട്ട് നിൽക്കുന്നത്. ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ, ശാസ്ത്രജ്ഞരടക്കം ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഖുർആനെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ ഇത് ഒരു സത്യമായ ഒരു മതമാണ്, അതിൻ്റെ മാർഗങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ ഈ മതത്തിലേക്ക് വരുന്നത്. മറ്റുള്ളവർ പഠിക്കുന്നില്ല. പഠിക്കാതെ പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ ഈ തെറ്റായ വശങ്ങൾ പഠിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ മതത്തിനെ വെറുക്കും. ചില കാര്യങ്ങൾ അത് അവരുടെ ഗോത്രങ്ങളിലുണ്ടായ കുറേ കാര്യങ്ങളാണ്. ഇപ്പം മദ്യപിക്കുന്ന കുറേ ആൾക്കാർ ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവരുടെ പ്രവർത്തനമാണ്. ചാവേറുകളാവുന്നു, അല്ലെങ്കിൽ ബോംബ് വയ്ക്കുന്നു. ഇതൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെ മറ്റുള്ള മതങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു സാധനം മദ്യമാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷം വരുമ്പോൾ ഒരിക്കലും ഒരാളും പോലും പോയിട്ട് ഒരു മദ്യക്കടയിൽ പോയി മദ്യം മേടിക്കില്ല. ഒരു മദ്യവും ചിലവാകാത്ത ഒരു ആഘോഷമാണ് മുസ്ലിമിൻ്റെ. അത് അത്രയും ചിട്ടയോടുകൂടി ആ മതത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സ്ത്രീകളോട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറയ്ക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പർദ്ദയാവണമെന്നില്ല. ലൂസായിട്ടുള്ള ഡ്രസ്സ് ഏത് വേണമെങ്കിലും ഇടാം. ടൈറ്റ് ജീൻസ് ഇടുമ്പോൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ അങ്ങനെ ടൈറ്റ് ഡ്രസ്സ് ഇട്ട് നടക്കുമ്പോൾ കാമത്തോടു കൂടി നോക്കുന്നുണ്ട്. അതെല്ലാവരും പറയുമ്പോൾ അത് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിലും പുരുഷന്മാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സ്ത്രീകളെ ആ രീതിയിൽ കാണുമ്പോൾ പുരുഷന്മാർക്ക് ഒരു വികാരം ഉണ്ടാവുകയും വികാരത്തോടു കൂടി നോക്കുകയും ചെയ്യും. പക്ഷേ മറിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ ഇല്ല. സ്ത്രീകളങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖവും മുൻകൈയും മറയ്ക്കാൻ പറയുന്നത്. ഇസ്ലാം ശക്തമായിട്ട് കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ്. അതിന് പർദ്ദ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പർദ്ദ ഈ കാലഘട്ടത്തിൽ കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ വന്ന ഒരു ഡ്രസ്സാണെന്ന് മാത്രം. അതുപോലെ പലിശ നിർബന്ധമായും
ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമുദായത്തിൽ പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകൾ വളരെ വിരളം ഉണ്ടാവുള്ളൂ. കാരണം അവർക്കൊരു വിലയും കൊടുക്കില്ല ആ സമുദായം. അതുകൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കും. അതുപോലെ ബാറ് നടത്തുന്ന ആളുകൾ വളരെ വിരളം ഉണ്ടാവുകയുള്ളൂ. കാരണം അവർക്കൊന്നും എത്ര സമ്പത്തുണ്ടായാലും അവർക്കൊരു വിലയും ആ സമുദായം കൊടുക്കില്ല. മറ്റുള്ള സമുദായത്തിലുള്ള ആളുകൾ അങ്ങനെയല്ല. ബാറ് നടത്തുന്ന ഒരാൾ ഒരു കല്യാണം വന്നാൽ തന്നെ ആ ഒരു ബാർ മുതലാളിയുടെ മകനാണെങ്കിൽ അവർക്ക് അതൊരു താല്പര്യം കൂടുകയുള്ളൂ. ഇവിടെ ഇസ്ലാമിൽ ഒരു ബാർ മുതലാളിയുടെ മോനോ മകളോ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കില്ല. കാരണം അയാളെ തിരസ്കരിക്കും. അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളെ ഇസ്ലാമിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതൊക്കെ കുറവ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് സ്വർണം ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ശബരിമലയിൽ എത്ര സ്വർണം ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. മക്കയിൽ പോയാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അവിടെ ഒരു പൈസ പോലും ഇടാൻ സമ്മതിക്കില്ല. അവിടെ അങ്ങനെ പള്ളികളിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളവിടെ ഒന്നും കൊടുക്കണ്ട. ഈ മറ്റുള്ള സമുദായങ്ങളിലെ ഈ അമ്പലങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കളവ് നടക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒരുപാട് പൈസകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ ദൈവത്തിന് കൊണ്ടേ കൊടുക്കും. അത് ഈ അമ്പല കമ്മിറ്റിക്കാർ കട്ടെടുക്കും. അങ്ങനെയാണ് അവിടെ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവരുടെ ഒരു ആരാധനാലയം പൊളിച്ചിട്ട് അവിടെ ഒരു പള്ളി പണിത് അവിടെ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒരിക്കലും ഒരു ഇസ്ലാം അംഗീകരിക്കില്ല. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നാണ്. അവിടെ മറ്റുള്ള ആളുകളുടെ അമ്പലം അല്ലെങ്കിൽ പള്ളിയൊക്കെ പൊളിച്ചിട്ട് അവിടെ ഒരു പള്ളി വെച്ചിട്ട് ആരാധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഒരു നേട്ടവും ഒരു മുസ്ലിമായ ആൾ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും ഉന്നത സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ സംരക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് മുലയൂട്ടാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ മുലയൂട്ടാൻ വേണ്ടി ഒരാളെ വച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അതിനോടൊപ്പം തന്നെയാണ് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചത് ആളുകൾ വിമർശിക്കുകയാണ്. അതായത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൃഷിയിടങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മക്കളെ കൂടുതൽ ഉണ്ടാക്കുക, കൂടുതൽ മക്കളെ ഉണ്ടാക്കുക, പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. അതായത് കൂടുതൽ മക്കളെ വർദ്ധിപ്പിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട്, ആരോഗ്യവതിയായ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മക്കളെ നമ്മൾ പ്രസവിക്കുന്നത് ഈ സ്ത്രീകളാണല്ലോ. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക. അവർക്ക് ആ മക്കളെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ പറ്റി അവിടെ ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നതാണ്. അതിനെ തെറ്റായ രീതിയിൽ വിമർശിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഹൂർലിങ്ങളെ ഉദ്ദേശിച്ചിട്ട് അവിടെ ഹൂർലിങ്ങളെ കിട്ടും, ഇവിടെ ഈ ഭീകരവാദികളായ ആളുകളൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഹൂർലിങ്ങളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. ഹൂർലിങ്ങളായ സ്ത്രീകളെ ലഭിക്കുമെന്ന് പറയുന്നത് സ്വർഗത്തിലെ പറ്റി പറയുമ്പോഴാണ്. സ്വർഗത്തിൽ അവിടെ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി എന്താ പറയുക, സ്വർഗത്തിലെല്ലാം കിട്ടും. ഇപ്പോൾ ഹൈന്ദവ പുരാണങ്ങളിൽ ദേവലോകത്തെപ്പറ്റി എന്താ പറയണത്, അവിടെ രംഭ, ഉർവശി, മേനകയൊക്കെ നൃത്തം വയ്ക്കുന്നു. ഇന്ദ്രൻ, അവിടുത്തെ രാജാവ്, അവർ മദ്യം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ അതിനകത്ത് വിശദമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകളെ അവിടെ ലഭിക്കുമെന്ന് പറയുന്നത് സത്യസന്ധാനവും നീതിമാനുമായ ആളുകൾക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അല്ലാതെ ഭീകരവാദികൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ നിങ്ങൾക്ക് സ്ത്രീകളെ ലഭിക്കും, സ്വർഗത്തിലെല്ലാം ലഭിക്കും. കള്ള് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ള് കുടിച്ചും മത്തായിട്ട് നടക്കുന്നതിനെ പറ്റിയല്ല അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടുള്ള മദ്യം പോലും അവിടെ കിട്ടും എന്ന് ആണ് വിശദീകരിക്കുന്നത്. സ്വർഗത്തിലെ എല്ലാം കാര്യങ്ങളും ലഭിക്കും. അതാർക്കാണ്? അതായത് ഇവിടെ ഒരു പരീക്ഷണമാണ് ഭൂമി. അവിടെ സത്യസന്ധതയും നീതിയുമായി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അവിടെ നിങ്ങൾക്കെല്ലാവരും ഈ ഇവിടെ കള്ള് ഹലാലല്ലോ, അവിടെ ഹലാലാക്കി കൊടുത്തിരിക്കുന്നു. കള്ള് നിങ്ങൾക്ക് അവിടെ കുടിക്കാം. ഇവിടെ ഈ പരീക്ഷയിൽ പാസ്സായി ത്യാഗം അനുഭവിച്ച ഒരാൾക്ക്
അവിടെ അതുപോലെ ജീവിക്കാം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർഗത്തിൽ നമുക്ക് തെറ്റായ ചിന്തകൾ ഉണ്ടാവില്ല. അതാണ് സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? നമുക്ക് ഇവിടുത്തെ ഒരു ചിന്തയും ശരീരഭാഷയല്ല അവിടെ. സ്വർഗത്തിൽ ഒരാൾക്ക് യുവത്വം ആയിരിക്കും എപ്പോഴും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഈ സ്വർഗത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ അണ്ടഘടാഹങ്ങളിൽ എത്രയോ മിൽക്കി വേകൾ ഉണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതായത് അനന്തമായി കിടക്കുകയാണ് ഇങ്ങനെ. നമ്മുടെ സൗരയൂഥവും നമ്മുടെ മിൽക്കി വേകളൊക്കെ എത്ര ആദ്യം മിൽക്കി വേകൾ വരണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ എത്രയോ ആണ്. ഇവിടെയൊക്കെ ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലുള്ള വ്യാഴം നമ്മൾ പറയുന്ന നരകത്തേനേക്കാളും ഭയങ്കര അരോചകമായ രീതിയിൽ അല്ലെങ്കിൽ അതിശക്തമായ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിളച്ചു മറയുന്ന ഒരു ഗ്രഹമല്ലേ. രത്നം പെയ്യുന്ന ഗ്രഹം. മറ്റേ നമ്മുടെ ഈ ശുക്രൻ്റെ ഒരു ഉപഗ്രഹത്തിൽ രത്നം പെയ്യുന്നുണ്ട്. രത്നമഴ. അപ്പോൾ സ്വർഗത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന് ഒരു സ്വർഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലേ. ഖുർആനിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. വശംസുൽ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യനും മറ്റു ഗ്രഹങ്ങളും അതിൻ്റെ പാന്താവിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. സൂര്യൻ പണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നില്ല, അവിടെ സഞ്ചരിക്കാതെ നിൽക്കുകയാണ്. മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ശാസ്ത്രം പറഞ്ഞത്. പക്ഷേ ഖുർആനിൽ അങ്ങനെയല്ല, സൂര്യനും സഞ്ചരിക്കുന്നതായിട്ട് അന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാസ്ത്രം പറയുന്നു സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇസ്ലാമിൻ്റെ ശുദ്ധി, അതായത് നമ്മൾ മലമൂത്ര വിസർജനങ്ങളിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം. അതായത് മൂത്രം ഒഴിച്ചാൽ കഴുകണം. മലം വിസർജിച്ച് കഴിഞ്ഞാൽ കഴുകില്ലേ, അതുപോലെ തന്നെ ഈ മൂത്രം നമുക്ക് നമ്മുടെ ശരീരത്തിലായാൽ നമുക്ക് അറപ്പില്ലേ, അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോഴും അത് മറ്റേ വിസർജ്യമായ സ്ഥലത്ത് അതിൻ്റെ കുറച്ച് അംശം ഇരിക്കുമ്പോൾ അത് ആ ഡ്രസ്സിലൊക്കെ പറ്റും. അതങ്ങനെ ഇരുന്നാലും കൊള്ളില്ല. പിന്നെ ഈ മറ്റുള്ള മതസ്ഥരൊന്നും ഈ ഇപ്പോൾ ആണുങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം കളയില്ല. അപ്പോൾ അതിനകത്ത് അത് തൊലിയോടുകൂടി ഇരിക്കും. അതങ്ങനെ മൂത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിനകത്ത് ഫംഗസാവും. അപ്പോൾ ഇതൊക്കെ ശുദ്ധി നിർബന്ധമാണ്. പള്ളി കയറുമ്പോൾ ഈ രണ്ട് കാര്യത്തിലും ശുദ്ധി ഉണ്ടാവണം. അല്ലാതെ ഇപ്പോൾ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളെ കുളിച്ചില്ലെന്ന് അദ്ദേഹത്തിന് പള്ളി കയറാം. പക്ഷേ ഈ മലമൂത്ര വിസർജനങ്ങളിൽ നിന്ന് ശുദ്ധിയും ശരീരത്തും ഡ്രസ്സിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട ആൾക്കും പള്ളി കയറാൻ പറ്റില്ല, കുളിച്ചിട്ട് വേണം കയറാൻ. അപ്പോൾ ഇതൊക്കെ ആണ് ഇസ്ലാം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ലളിതമായി പറയുന്നതെന്ന് മാത്രം, കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു വീഡിയോസ് അല്ല അത്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതുപോലെ സ്ത്രീകൾക്ക് സ്ത്രീധനം വാങ്ങിക്കാതെ അങ്ങോട്ട് സ്ത്രീകൾക്ക് കാശ് കൊടുത്തിട്ട് അവരെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ പറയുന്നത്. ഇസ്ലാം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഹൈന്ദവ സംസ്കാര പ്രകാരമാണ് എല്ലാവരും പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മഹർ എന്ന് പറയുന്ന സാധനം അതാണ്. സ്ത്രീകൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതിപ്പോൾ അറബ് രാജ്യങ്ങളിലും ഒക്കെ പാകിസ്ഥാനടക്കം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിയമങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ആളുകൾ ഇതൊക്കെ ആചരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, നിയമം കറക്റ്റാണ്, ആ രീതിയിൽ തന്നെ പോകുന്നത്. ഇപ്പോൾ അന്ധവിശ്വാസങ്ങൾ പാടില്ല. നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ, ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം വരുമ്പോൾ ആ രീതി മുസ്ലിം പള്ളികളിൽ പാടില്ല. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവിടെ. വേറൊരു ആചാരങ്ങൾക്കും ഒരു പ്രസക്തിയില്ല. കഥന വയ്ക്കുക, പടക്കം പൊട്ടിക്കുക, അതുപോലെ ഉത്സവങ്ങളിൽ കാണുന്ന മാതിരിയുള്ള നമ്മളെ പാട്ട്, അതുപോലെ സംഗീതം, ഇതൊന്നും പള്ളികളിൽ പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം. അതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ ആചരിച്ച് മറ്റുള്ള ആൾക്കാരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരം തന്നെയാണ് ഇസ്ലാം. അതാണ് ഏറ്റവും നല്ല സംസ്കാരം ഇസ്ലാം എന്ന് പറയുന്നത്. നമ്മൾ ഹലാലായ ഭക്ഷണങ്ങളെ കഴിക്കാൻ പാടുള്ളൂ. അതൊക്കെ ശരീരത്തിന് നല്ലത് തന്നെ, ശാസ്ത്രം അതൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു മൃഗത്തിനെ അറക്കുമ്പോൾ അതിൻ്റെ ആ കത്തി വച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അറക്കണം. അറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ ഈ നെർവസ് ഉണ്ട്,
അത് തലച്ചോറിൽ നിന്ന് വേർപെടും. അപ്പോൾ ഇതിന് വേദന അറിയില്ല. പിന്നെ അത് പിടയ്ക്കുന്നുണ്ടെങ്കിലും വേദന അറിയില്ല. അല്ലാതെ അത് മുറിഞ്ഞു പോവാതെ ഇതുപോലുള്ള ജീവികളെ അറക്കുമ്പോൾ, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്ന ആളുകളുണ്ട്, കഴുത്ത് പിടിച്ച് കൊല്ലുന്ന, കോഴീനെ കൊല്ലുന്ന ആൾ, ഇത് വേദനയോട് കൂടിയാണ് അത് മരണപ്പെടുന്നത്. അപ്പോൾ അതിന് വിഷാംശമുള്ള ടോക്കിൻസുകൾ ഈ മാംസത്തിലുണ്ടാവുന്ന ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഒരു ഇസ്ലാമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇസ്ലാമിൻ്റെ എല്ലാ രീതികളും, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഏറ്റവും വലിയ പ്രാർത്ഥന നമസ്കാരമാണ്. നമസ്കരിക്കുമ്പോൾ ഏക ഇലാഹുമായിട്ടുള്ള സംസാരമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അനുഭൂതി അല്ലെങ്കിൽ അവന് ആനന്ദം നൽകുന്ന ഒരു സമയമാണ് നമസ്കാരം. അവിടെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു വിഗ്രഹത്തിനെ ഒന്നുമല്ല, സാങ്കല്പികമായി ആ ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ശക്തിയുമായി സംസാരിക്കുകയാണ് അവിടെ. അതായത് ദൈവവുമായി സംസാരിക്കുന്ന ഒരു സമയമാണ് നമസ്കാരം. അത് ഓരോ പൊസിഷനിലും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയുന്നതൊക്കെ അറബിയിലാണ്. അതിനൊക്കെ അർത്ഥം വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാം ദൈവത്തിനെ പറ്റി പറയുന്നു, ദൈവത്തിനോട് ചോദിക്കുന്നു, ദൈവത്തിനോട് സംസാരിക്കുന്നു. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണത്. അത് ശരിക്കും മെഡിറ്റേറ്റഡ് ആയിട്ട് ഒരാൾ നിന്ന് ഒരു ചിന്തയില്ലാതെ ദൈവത്തിനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ഭയങ്കര എനർജിയും ഭയങ്കര ഒരു ആനന്ദമായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നത്. അതാണ് നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊരു ഇസ്ലാമിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണിത്. ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയും ഇസ്ലാമിൽ. അതിന് നമ്മൾ ദൈവത്തിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. അവിടെയാണ് ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോടും ഒരു പ്രാർത്ഥനയില്ല ഇവിടെ. ഇപ്പോൾ മക്കത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ഖബറിടം വലിയ വിശാലമായി നല്ല രസകരമായ രീതിയിൽ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലീസ് സമ്മതിക്കില്ല. എല്ലാം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ ഒരു ചിന്ത. അതുപോലുള്ള അനാചാരങ്ങളില്ലാതിരിക്കുക, ശരീരത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, നമ്മുടെ സമ്പത്തിലും ഭക്ഷണത്തിലും എല്ലാം ഹലാലായിരിക്കണം, എല്ലാം ശുദ്ധി ഉണ്ടായിരിക്കണം. അതൊക്കെ ഒരു പരിധിവരെ നോക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭീകരവാദത്തെ പറ്റി പറയുമ്പോൾ അതൊന്നും ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളുമല്ല. അത് പല രാജ്യത്തും പലതും നടക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ല. വലിയ വലിയ മഹാന്മാരും ആളുകൾ, പന്ത് കളിക്കാർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ മറ്റേ റൈറ്റേഴ്സ്, ഇതുപോലുള്ള വലിയ വലിയ ആളുകൾ, സിനിമാ താരങ്ങളടക്കം അതൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ശക്തമായിട്ട് എതിർത്തുന്ന ആളുകൾ വരെയും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അത് അപ്പോൾ ഇസ്ലാമിനെ പഠിക്കുകയാണ്. പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഇതാണ് ഇസ്ലാമല്ലേ, സത്യമായിട്ടും ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഏകനാണ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇസ്ലാമിലേക്ക് വരികയാണ്. ഞങ്ങളുടെ മക്കളെ വേറെ ജാതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, നിങ്ങൾക്കത് പറ്റുമോ എന്നൊരാൾ ചോദിക്കുകയാണ്. ഇത് പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിലേക്ക് വരുന്ന ഒരാൾ അയാൾ ഹലാലായ ഭക്ഷണം കഴിക്കുന്നു, പലിശ കൊടുക്കാൻ പാടില്ല, അതുപോലെ വിഗ്രഹാരാധന പാടില്ല, ആർഭാടമായ ആചാരങ്ങൾ പാടില്ല. ഇതൊക്കെ ആചരിച്ചു വരുന്ന ഒരാൾക്ക് എങ്ങനെ മറ്റുള്ള മതങ്ങളിലേക്ക് കല്യാണം കഴിച്ച് ചെല്ലാൻ പറ്റും? അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഇതൊക്കെ മതം ഉണ്ടാവില്ല, ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഒരു ശരിയായ രീതിയിൽ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ഒരു മുസ്ലിം ആൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ വേറൊരു മതത്തിലെ ആളെ കല്യാണം കഴിക്കുമ്പോൾ മതം സ്വീകരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ഇവർക്ക് അവരിലേക്ക് പോകാൻ കഴിയില്ല. തിരിച്ചാണെങ്കിൽ സാധിക്കും. ഒരു ഹിന്ദുവിന് ഇസ്ലാമിലേക്ക് വരാൻ പറ്റും. അവൻ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിന് അവനെന്താ പന്നിയിറച്ചി കഴിക്കാൻ പറ്റില്ലല്ലോ, അവൻ പന്നിയിറച്ചി കഴിച്ചില്ല എന്താ കുഴപ്പം? അതുപോലെ അവന് ശുദ്ധിയായിട്ടുള്ള ആഹാരം കിട്ടാല്ലേ. അതുപോലെ ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹാരാധന ഇല്ലാതെ ദൈവത്തിനെ ആരാധിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത്.
ശരിയായിട്ടുള്ള ആരാധന ഇസ്ലാമിലാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കുറേ ആളുകൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അതിനെപ്പറ്റി ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഇസ്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഈ ഇസ്രായേലും അവരും തമ്മിലുള്ള യുദ്ധം, പാലസ്തീനും തമ്മിലുള്ള യുദ്ധമൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി നിർബന്ധമായും മതം മാറ്റാൻ പാടില്ല. അവന് പാരിതോഷികങ്ങൾ കൊടുത്ത് ഒരിക്കലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. രണ്ടാമത്, ഇസ്ലാമിലേക്ക് അറിഞ്ഞു വരുന്ന ഒരാൾക്ക് അവിടെ ഉന്നത സ്ഥാനം തന്നെയാണ്. അവനെ മാറ്റി നിർത്തപ്പെടില്ല. അവനൊരു താഴ്ന്ന ജാതിയിൽ നിന്ന് വന്ന ആളെന്നുള്ള രീതിയിൽ മാറ്റപ്പെടില്ല. അവന് ഉന്നത സ്ഥാനമാണ് കൊടുക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള മതങ്ങളിൽ അതില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇസ്ലാമിനെ പറ്റി കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നത്. അത് ആ ഇസ്ലാമിലേക്ക് വരണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ശരിക്കും പഠിക്കണം. അല്ലാതെ തെറ്റായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരുന്നാൽ നമ്മൾ എപ്പോഴും ഈ ഇസ്ലാമിനെ വിമർശിക്കും. നല്ലത് ചീഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇസ്ലാം. ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു നീണ്ട വീഡിയോ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കുറേ കാര്യങ്ങൾ ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കാം, അംഗീകരിക്കാം.